വെൽക്കം ടു ട്രൈഡോട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഈ ഒരു ക്യാൻഡലിലെ വിക്കാണ്. ഒരു സപ്പോർട്ടായിട്ടാണ് ഈ ക്യാൻഡലിലെ വിക്കിനെ മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ മാർക്ക് ചെയ്തിടുന്ന ഏരിയ ആണ് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ. ഈ ഒരു ക്യാൻഡലിന്റെ ഹൈനെ റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയില്ല. ഇതൊന്ന് ചിലപ്പോൾ ബ്രേക്ക്ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി മാർക്ക് ചെയ്തിടുന്നത് ഒരു അടുത്തൊരു റെസിസ്റ്റൻസ് ആണ്. സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതാണ് മാർക്ക് ചെയ്തിടുന്നത്. അവിടെ നോക്കിയാൽ കാണാം ഒരു FEG കൂടിയുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇതിന്റെ മുകളിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അവിടേക്ക് മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്ടേഷനോട് കൂടിയാണ് മാർക്ക് ചെയ്യാതിരിക്കുന്നത്. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ച് അവിടേക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് റീടെസ്റ്റ് ഇവിടേക്ക് വീണ്ടും വന്നു ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാത്രമല്ല താഴോട്ട് നിന്ന് നോക്കുമ്പോഴും കാണാം നമുക്കൊരു ട്രെൻഡ് ലൈൻ അവിടെ ഫോം ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു നല്ല രീതിയിൽ ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അവിടേക്ക് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പതിയെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആവാം, ഒരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിനെ ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ളത്. അതിന്റെ മുകളിൽ ഈ ഒരു ലെവൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും കൂടി ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വന്ന് നോക്കിയാൽ കാണാം ഈ ഒരു റിയാക്ഷൻ കാണിച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ്. മൾട്ടിപ്പിൾ ടൈം അവിടെ മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അവിടേക്ക് വന്നതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന്, അതായത് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത്, അതായത് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ചെറിയ റീടെസ്റ്റ് വീണ്ടും ഇവിടേക്ക് വരികയാണെങ്കിൽ, ചിലപ്പോൾ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബൈ എൻട്രി എടുക്കാം. അതിനെ ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ഹൈ ആണ്. അതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് ഈ ലൈനാണ്. അതിനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു FEG കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീണ്ടും ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി പോവുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ലെവലുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ലെവലുകളിൽ ഏതിലെങ്കിൽ നിന്ന്, അതായത് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് നല്ലൊരു സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹയർ ടൈം ഫ്രെയിമിന്റെ FEG ആണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിന്റെ റെസിസ്റ്റൻസും കൂടി ഉണ്ട്. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽ എൻട്രി സാധ്യത ഉണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. അത് ഇറങ്ങാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയൊക്കെയാണ്. ഇവിടെ നിന്നാണ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ വരെയൊക്കെ ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്നും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് ഒരു സ്ലോ മൂവ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം ആയിരിക്കണം ട്രേഡ് എടുക്കാൻ നോക്കേണ്ടത്. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.